ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ റോസ്റ്റ് ചെയ്താലോ. അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ചതച്ച് അതിലേക്കിട്ട് ഇങ്ങനെ എണ്ണയിൽ മസാല ആദ്യം ചതച്ചിട്ടാൽ നല്ലൊരു ടേസ്റ്റ് വരും കറിക്ക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതാണ് ഇട്ടത്. അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. ഇതുപോലെ ചോപ്പറിലിട്ട് ചെറുതായി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ നല്ലതുപോലെ കറി നല്ല ഗ്രേവിയായിട്ട് കിട്ടും, തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കറിയൊക്കെ ഉണ്ടാക്കിയാൽ എണ്ണ വറ്റി പോകത്തില്ല, നല്ലതുപോലെ വഴന്ന് വരും. ഉള്ളിയൊക്കെ ചെറിയ തീയിലിട്ടാൽ മതി, ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഇനി ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തത്. ചെറുതായി ഇളക്കി എല്ലാം വെച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വെച്ചാൽ അതിൻ്റെ ഉള്ളിയുടെ വെള്ളമെല്ലാം ഇറങ്ങി എണ്ണയുമായിട്ട് ചേർന്ന് നല്ലതുപോലെ അങ്ങ് വഴന്ന് വരും. ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടാവൂ, എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് വരും. ഈ കറിയൊക്കെ വെക്കുന്നതിന് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ്, അല്ലാതെ നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് ഉള്ളി വേവാതെയും വാടാതെയൊക്കെ കറി വെച്ചാൽ അതിന് ടേസ്റ്റ് കാണത്തില്ല. ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക്, നല്ല ടേസ്റ്റായിരിക്കും. എണ്ണ തെളിഞ്ഞ് നിൽക്കും. 2 തക്കാളിയാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല, ചിക്കനിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഊറി ഇറങ്ങിക്കോളും. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കന് 10 മിനിറ്റ് വേവുള്ളൂ. ഞാനത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി നമുക്കത് ഇളക്കി തുറന്നു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്താണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത്. ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടിയൊക്കെ ഇതിൽ കിടന്ന് നല്ലതുപോലെ ചൂടായി എണ്ണ തെളിഞ്ഞ് വരണം. ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശകലം കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയും ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗരം മസാല ഇടാം. ഗരം മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ പീസൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന ചിക്കൻ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.